ഹലോ ഫ്രണ്ട്സ്, നമുക്കിതൊരു ചിക്കൻ തോരനാണ് വയ്ക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ: ഒരു വലിയ 2 തക്കാളി, 6 പച്ചമുളക്, 2 സവാള, ഒരു പിടി ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 6-7 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പിന്നെ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലയാണിത്, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ ഇതിന് ചേർക്കാനുള്ള തേങ്ങയാണ്, പിന്നെ ചിക്കൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് വേണം, കുറച്ച് ചെറുതായിട്ട് വേണം ഇത് അരിയാൻ, തോരനല്ലേ വയ്ക്കുന്നത്. ചട്ടി അടുപ്പിൽ വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറിയ ഉള്ളി സവാളയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ഒരുവിധം വാടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 6 പച്ചമുളകുണ്ട്. അതിലൂടെ അരിഞ്ഞു വെച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് 2 തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഒരുവിധം വാടി കിട്ടിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിൽ, സാധാരണ ചെറിയ സ്പൂണാണ്, വലുതൊന്നും അല്ല, എങ്കിലും ഇതിനകത്തൊന്ന് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ച് മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം മുളകും മല്ലിപ്പൊടി എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തൊന്ന് മൂത്തതിന് ആ പച്ച മണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഒരു മുറി തേങ്ങയോടെ വേണം. നല്ലൊരു തേങ്ങയുടെ പകുതി, ഒരു മുറി തേങ്ങ നമ്മൾ തിരിഞ്ഞ് വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ചതച്ച് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അതും ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അത് നമ്മൾ തേങ്ങയിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു 1.25 കിലോ ചിക്കൻ ഉണ്ടാവും. അത് കുറച്ച് ചെറുതായിട്ട് മുറിക്കണം കേട്ടോ. മുറിച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട്
നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളിതിന് ചേർക്കാൻ ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു ശകലം വെള്ളം, അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും ചെയ്യുക. താങ്ക് യു.